നമസ്കാരം, കീറ്റോ വിന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? എ. വിൻസ്റ്റൺ ചർച്ചിൽ, ബി. ക്ലെമന്റ് ആറ്റ്ലി, സി. മൗണ്ട് ബാറ്റൺ പ്രഭു, ഡി. റാംസേ മക്ഡൊണാൾഡ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ വിഭജനത്തിന് അടിസ്ഥാനമായ പദ്ധതി ഏതാണ്? എ. ക്രിപ്സ് മിഷൻ, ബി. ക്യാബിനറ്റ് മിഷൻ, സി. മൗണ്ട് ബാറ്റൺ പദ്ധതി, ഡി. വേവൽ പദ്ധതി. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. ഇന്ത്യക്ക് വിഭജനം നൽകുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് ഏതായിരുന്നു? മൗണ്ട് ബാറ്റൺ പദ്ധതിയായിരുന്നു. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് സിൽഹറ്റ് ഏത് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു? എ. ബംഗാൾ, ബി. അസം, സി. പഞ്ചാബ്, ഡി. ഒറീസ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അസം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സിൽഹറ്റ് അസമിൻ്റെ ഭാഗമായിരുന്നു. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനെയും ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി വിഭജിക്കുന്നതിനൊപ്പം തന്നെ സിൽഹറ്റിൽ ഹിതപരിശോധന നടത്താൻ കൂടി മൗണ്ട് ബാറ്റൺ പ്ലാന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് സിൽഹറ്റ് ഏത് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു? അസമിൻ്റെ ഭാഗമായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? എ. മക്മോഹൻ രേഖ, ബി. റാഡ്ക്ലിഫ് രേഖ, സി. ഡ്യൂറൻഡ് രേഖ, ഡി. സിവാലിക് രേഖ. കറക്റ്റ് ആൻസർ റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് രേഖ ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലാണ്. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിഭജനകാലത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എ. ജവഹർലാൽ നെഹ്റു, ബി. ഉർവശി ബൂട്ടാലിയ, സി. ഡൊമിനിക് ലാപ്പിയർ, ഡി. ലാരി കോളിൻസ്. കറക്റ്റ് ആൻസർ ഉർവശി ബൂട്ടാലിയ. ഉർവശി ബൂട്ടാലിയ രചിച്ച പുസ്തകമാണ് ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് പറയുന്നത്? വിഭജനകാലത്ത് ഉള്ള ആ ഒരു കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ വിവരിക്കുന്നതാണ് ഈ പുസ്തകത്തിൽ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് എന്നായിരുന്നു? ഒരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തതും LGS പോലുള്ള എക്സാമിനൊക്കെ പ്രതീക്ഷിക്കാം. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് എന്നായിരുന്നു? എ. 1947 ഓഗസ്റ്റ് 15, ബി. 1948 ജനുവരി 30, സി. 1948 ഓഗസ്റ്റ് 15, ഡി. 1950 ജനുവരി 26. കറക്റ്റ് ആൻസർ 1948 ജനുവരി 30. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? എ. സർദാർ വല്ലഭായ് പട്ടേൽ, ബി. ആർ. അംബേദ്കർ, സി. ജവഹർലാൽ നെഹ്റു, ഡി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കറക്റ്റ് ആൻസർ ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന് എവിടെ വെച്ചാണ്? ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്നാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ കുറച്ച് മുന്നേ പറഞ്ഞതാണ് അല്ലേ? 1948 ജനുവരി 30. എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ എ ഡൽഹി, ബി. ബിർള മന്ദിരം, സി. സബർമതി. കറക്റ്റ് ആൻസർ ബിർള മന്ദിരം. ബിർള മന്ദിരത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അടുത്തത്, വിഭജനകാലത്തെ വർഗീയ ലഹളകൾ നിയന്ത്രിക്കാൻ ഗാന്ധിജി സന്ദർശിച്ച നൗഖാലി ഇപ്പോൾ ഏത് രാജ്യത്താണ്? എ. ഇന്ത്യ, ബി. പാകിസ്ഥാൻ, സി. ബംഗ്ലാദേശ്, ഡി. ശ്രീലങ്ക. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബംഗ്ലാദേശ്. വിഭജനകാലത്തെ വർഗീയ ലഹളകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഗാന്ധിജി സന്ദർശിച്ചിരുന്ന നൗഖാലി ഇപ്പോൾ ബംഗ്ലാദേശിലാണ്. ഇന്ത്യയുടെ വിഭജന സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു? നൗഖാലിയിലൊക്കെ വർഗീയ ലഹളകൾ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ആ നൗഖാലി ഇപ്പോൾ ഏത് രാജ്യത്താണ്? ബംഗ്ലാദേശിലാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? എ. 1950, ബി. 1953, സി. 1956, ഡി. 1947. കറക്റ്റ് ആൻസർ 1953.
സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1953. സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. അടുത്തത് ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഏത് പ്രദേശമാണ് 1954 ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്? എ ഗോവ, ബി ദാമൻ, സി പോണ്ടിച്ചേരി, ഡി ദിയു. കറക്റ്റ് ആൻസർ പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരിയാണ്. ഫ്രഞ്ച് അധീനതയിലായിരുന്ന പ്രദേശമായിരുന്നു പുതുച്ചേരി. ഏത് വർഷമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്? 1954 പുതുച്ചേരി ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ഉദ്യോഗസ്ഥൻ ആര്? എ വി പി മേനോൻ, ബി പി ആർ അംബേദ്കർ, സി എസ് കെ ധർ, ഡി ഫസൽ അലി. കറക്റ്റ് ആൻസർ വി പി മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ഉദ്യോഗസ്ഥനായിരുന്നു വി പി മേനോൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? എ 1947 ഓഗസ്റ്റ് 15, ബി 1949 നവംബർ 26, സി 1950 ജനുവരി 26, ഡി 1951 ജനുവരി 26. കറക്റ്റ് ആൻസർ 1950 ജനുവരി 26. ഇന്ത്യയുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. അടുത്ത ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച നേതാവ് ആര്? എ ഫസൽ അലി, ബി പോറ്റി ശ്രീരാമലു, സി സർദാർ പട്ടേൽ, ഡി എച്ച് എൻ കുൻസ്രു. കറക്റ്റ് ആൻസർ ബി ആണ്, പോറ്റി ശ്രീരാമലു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരിച്ച നേതാവാണ് പോറ്റി ശ്രീരാമലു. അതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് 58 ദിവസം നിരാഹാരമനുഷ്ഠിച്ച നേതാവ് ആര്? കറക്റ്റ് ആൻസർ പോറ്റി ശ്രീരാമലു. എത്ര ദിവസമാണ് നിരാഹാരമനുഷ്ഠിച്ചത്? 58 ദിവസം. അടുത്ത ചോദ്യം, ഏതു വർഷമാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത്? എ 1953, ബി 1956, സി 1950, ഡി 1947. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1956. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് അഥവാ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1956. അടുത്ത ചോദ്യം, 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? എ എച്ച് എൻ കുൻസ്രു, ബി കെ എം പണിക്കർ, സി ഫസൽ അലി, ഡി ജവഹർലാൽ നെഹ്റു. കറക്റ്റ് ആൻസർ ഫസൽ അലി. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി തയ്യാറാക്കിയ സമ്മതപത്രം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എ ക്യാബിനറ്റ് മിഷൻ, ബി ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ, സി ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി, ഡി മൗണ്ട് ബാറ്റൺ പ്ലാൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ, പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? കറക്റ്റ് ആൻസർ 1950 മാർച്ച് 15. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത്. 1950 മാർച്ച് 15. അടുത്ത ചോദ്യം, ഭൗമദാന പ്രസ്ഥാനത്തിൻ്റെ ഭൂദാൻ മൂവ്മെൻറ്റിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? എ വിനോബ ഭാവെ, ബി എം എസ് സ്വാമിനാഥൻ, സി വർഗീസ് കുര്യൻ, ഡി ജവഹർലാൽ നെഹ്റു. കറക്റ്റ് ആൻസർ വിനോബ ഭാവെ. ഭൂദാന പ്രസ്ഥാനം അല്ലെങ്കിൽ ഭൂദാൻ മൂവ്മെൻറ്റിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? വിനോബ ഭാവെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എ വർഗീസ് കുര്യൻ, ബി പി സി മഹലനോബിസ്, സി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, ഡി ബാബ ആംതെ. കറക്റ്റ് ആൻസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ.
അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചത്? എ ഭിലായ്, ബി റൂർക്കേല, സി ദുർഗാപൂർ, ഡി ബൊക്കാറോ. കറക്റ്റ് ആൻസർ റൂർക്കേല. ഏത് ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ചത്? ജർമ്മനിയുടേത് റൂർക്കേല. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് വൈറ്റ് റവല്യൂഷന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? എ വർഗീസ് കുര്യൻ, ബി എം എസ് സ്വാമിനാഥൻ, സി ലാൽ ബഹാദൂർ ശാസ്ത്രി, ഡി വിനോബ ഭാവെ. കറക്റ്റ് ആൻസർ വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു വർഗീസ് കുര്യൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? എ 1962, ബി 1969, സി 1974, ഡി 1958. ഏതാണ്? 1969. 1969 ഇസ്രോ രൂപീകൃതമായത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എ ഡോക്ടർ വിക്രം സാരാഭായ്, ബി ഡോക്ടർ ഹോമി ജെ ഭാഭ, സി ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡി ഡോക്ടർ S രാധാകൃഷ്ണൻ. കറക്റ്റ് ആൻസർ ഏതാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? എ രോഹിണി, ബി ആര്യഭട്ട, സി ഭാസ്കര, ഡി ഇൻസാറ്റ്. കറക്റ്റ് ആൻസർ ആര്യഭട്ട. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആണവോർജ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? എ ഡോക്ടർ ഹോമി ജെ ഭാഭ, ബി സതീഷ് ധവാൻ, സി CV രാമൻ, ഡി MS സ്വാമിനാഥൻ. കറക്റ്റ് ആൻസർ ഡോക്ടർ ഹോമി ജെ ഭാഭ. ഇന്ത്യയിലെ ആണവോർജ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ഹോമി ജെ ഭാഭ. ഇന്ത്യയിലെ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ ഹോമി ജെ ഭാഭ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന സ്ഥലം എവിടെയാണ്? എ ശ്രീഹരിക്കോട്ട, ബി തുമ്പ, സി പൊഖറാൻ, ഡി ബംഗളൂരു. കറക്റ്റ് ആൻസർ പൊഖറാൻ. പൊഖറാനിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത്. അടുത്ത ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ ലാൽ ബഹാദൂർ ശാസ്ത്രി, ബി ജവഹർലാൽ നെഹ്റു, സി ഇന്ദിരാഗാന്ധി, ഡി രാജീവ് ഗാന്ധി. കറക്റ്റ് ആൻസർ ജവഹർലാൽ നെഹ്റു. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഐക്യ കേരളം നിലവിൽ വന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15, 50 ജനുവരി 26, 56 നവംബർ 1, 57 ഏപ്രിൽ 5. കറക്റ്റ് ആൻസർ 1956 നവംബർ 1. ഐക്യ കേരളം നിലവിൽ വന്നത് 56 നവംബർ 1. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അധികാരമേറ്റത് ഏത് വർഷത്തിലാണ്? എ 1956, ബി 1957, സി 1958, ഡി 1959. കറക്റ്റ് ആൻസർ 1957. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ അധികാരത്തിൽ വന്ന വർഷം ഏതാണ്? 1957. അടുത്തത്, വായനാശാല പ്രസ്ഥാനത്തിലൂടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തി ആര്? എ PN പണിക്കർ, ബി EMS നമ്പൂതിരിപ്പാട്, സി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഡി വൈക്കം മുഹമ്മദ് ബഷീർ. കറക്റ്റ് ആൻസർ PN പണിക്കർ. ഗ്രന്ഥശാല പ്രസ്ഥാനം അഥവാ വായനശാല പ്രസ്ഥാനത്തിലൂടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് PN പണിക്കർ. അടുത്തത്, 1957 സർക്കാർ കൊണ്ടുവന്ന പ്രധാന പരിഷ്കരണങ്ങളിലൊന്നായ കാർഷിക ബന്ധ നിയമം ലക്ഷ്യമിട്ടത് എന്തായിരുന്നു? എ പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ, ബി കൃഷിഭൂമി കർഷകർക്ക് ലഭ്യമാക്കാൻ, സി കയറ്റുമതി വർദ്ധിപ്പിക്കാൻ, ഡി വിത്തുകളുടെ വില കുറയ്ക്കാൻ. കറക്റ്റ് ആൻസർ കൃഷിഭൂമി കർഷകർക്ക് ലഭ്യമാക്കാൻ. 1957 സർക്കാർ കൊണ്ടുവന്ന കാർഷിക ബന്ധ നിയമം ലക്ഷ്യമിട്ടത് എന്തിനായിരുന്നു? കൃഷിഭൂമി കർഷകർക്ക് ലഭ്യമാക്കാൻ. അടുത്ത ചോദ്യം, കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിച്ച വർഷം ഏത്? 1988 ഏപ്രിൽ 18, 1991 ഏപ്രിൽ 18, 1994 ഏപ്രിൽ 23, 2001 ജനുവരി 1. കറക്റ്റ് ആൻസർ 1991 ഏപ്രിൽ 18. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിച്ചത്. 1991 ഏപ്രിൽ 18. അടുത്ത ചോദ്യം, 1951 കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയായിരുന്നു?
കറക്റ്റ് ആൻസർ 47%. കേരളത്തിലെ വിദ്യാഭ്യാസ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? എ. കുറഞ്ഞ മാതൃമരണ നിരക്ക്, ബി. സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം, സി. ലിംഗനീതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, ഡി. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം. ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഉത്തരം കുറഞ്ഞ മാതൃമരണ നിരക്ക്. ഇത് ആരോഗ്യ മേഖലയിലെ നേട്ടമാണ്. അടുത്തത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചുരുക്കരൂപം എന്താണ്? എ. ITI, ബി. KSLMA, സി. IIST, ഡി. NCERT. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, KSLMA. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ അതോറിറ്റിയുടെ ചുരുക്കരൂപം KSLMA, കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്